വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു സ്കാനറാണ്. ഇത് നമുക്ക് ഏത് മൊബൈലിന്റെ ബാക്കിൽ വേണമെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ചില ബില്ലിംഗ് കൗണ്ടേഴ്സിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടർ ഒന്നും വെക്കാനായിട്ടുള്ള സ്പേസ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇതിന് കോസ്റ്റ് വളരെ കുറവാണ്. നമുക്കൊരു കമ്പ്യൂട്ടർ മേടിക്കുന്ന കോസ്റ്റ് ഉണ്ടെങ്കിൽ ഇത് 2 മേടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിന് വേണമെന്നുണ്ടെങ്കിൽ ഈ ഡിവൈസ് ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് ബില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു ഹാൻഡിയാണ്. അതുപോലെ തന്നെ ഇതിന് വേറെ വയേഴ്സോ കണക്ഷനോ ഒന്നുമില്ല. ഇത് ബ്ലൂടൂത്ത് വെച്ചിട്ട് കണക്ട് ആവുന്നത്. അപ്പൊ നമ്മുടെ ഔട്ട്ലെറ്റിന്റെ ഉള്ളിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ടായാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മൾ ഇതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ജസ്റ്റ് ഇത് എടുത്തിട്ട് ഇങ്ങനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ആപ്ലിക്കേഷന്റെ ഉള്ളിൽ ഈ സാധനം വന്നു. ഇത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു പരിപാടി. അപ്പൊ 2 നമ്മൾ സ്കാൻ ചെയ്തു, 2 ഐറ്റം നമുക്ക് ആഡ് ആയി വന്നു. ഇതുപോലെ തന്നെ ഇതിന് 2 ക്ലിപ്പ് ഉണ്ട്. ഈ ക്ലിപ്പ് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ നമുക്ക് പറ്റും. ഈ ക്ലിപ്പ് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ഇതിങ്ങനെ എക്സ്പാൻഡബിൾ ആയിട്ടുള്ള സംഭവമാണ്. ഇതിന്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ മൊബൈൽ നമുക്ക് ഇതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. ഇവിടെ 2 ലോക്ക് ഉണ്ട്. ഈ 2 ലോക്കും കൂടി നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ഇത് ഇതിന്റെ ഉള്ളിൽ ജസ്റ്റ് ഇങ്ങനെ ഇതിന്റെ ഉള്ളിലേക്ക് വെച്ചാൽ ഇതിപ്പോ നമ്മൾ ഈ ക്ലിപ്പ് എക്സ്പാൻഡ് ചെയ്ത് നമ്മൾ ഈ മൊബൈലിന്റെ ബാക്കിലേക്ക് ഈ ഡിവൈസിനെ അറ്റാച്ച് ചെയ്തു. അപ്പോൾ അത് മൊബൈലിന്റെ കൂടെ തന്നെയുള്ള ഒരു ഡിവൈസായി മാറി. ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതുപോലെ തന്നെ എടുത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്കാൻ ചെയ്യുക. അപ്പോൾ ഒരു ഐറ്റം നമുക്ക് ആഡ് ആയി ഇതിൻ്റെ ഉള്ളിൽ. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഐറ്റം സ്കാൻ ചെയ്യുക. ഇതിന്റെ ക്വാണ്ടിറ്റി നേരത്തെ 1 ആയിരുന്നു, അപ്പൊ അത് 2 ആയിട്ട് വന്നു. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മൾ പ്രസ് ചെയ്യുന്നു, പേയ്മെന്റ് ഓപ്ഷൻസ് കംപ്ലീറ്റ് വന്നു. നമ്മുടെ ടോട്ടൽ എമൗണ്ട് 40 രൂപ എന്നുള്ളത് വന്നു. ജസ്റ്റ് ഇവിടെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ്വർക്ക് പ്രിന്റർ ഉണ്ട്, ആ പ്രിന്ററിന്റെ ഉള്ളിൽ ഇതിന്റെ പ്രിന്റ് വരും. പിന്നെ നമുക്ക് ഇതിന്റെ മറ്റേ ബില്ലെന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബില്ലുകൾ എന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് QR അടക്കം വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ടോട്ടൽ എമൗണ്ട് എത്രയാണോ അതിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള QR ആണ് ജനറേറ്റ് ആയി വരുന്നത്. അപ്പൊ അത് സ്കാൻ ചെയ്താൽ നമ്മുടെ UPI നമ്മുടെ GPayയുടെ ഉള്ളിൽ അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ എമൗണ്ട് അടക്കമായിട്ട് കയറി വരും. അപ്പൊ കസ്റ്റമർക്ക് ഒരിക്കലും തെറ്റിയോ അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നില്ല. പിന്നെ കസ്റ്റമർക്ക് ബില്ല് പേ ചെയ്യുന്നിടത്തുണ്ടാവുന്ന ക്യൂവോ അല്ലെങ്കിൽ ബില്ല് കിട്ടാനുള്ള ഡിലേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ബില്ല് ചെയ്യാവുന്ന ഒരു ബില്ലിംഗ് മെത്തേഡാണത്. അപ്പോൾ ചില ഔട്ട്ലെറ്റുകളിൽ തിരക്ക് കൂടുമ്പോൾ അവർക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും കമ്പ്യൂട്ടറൊക്കെ വെച്ചിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഈ ടൈപ്പ് മെഷീൻസ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ്. നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ സോഫ്റ്റ്വെയർസും റെസ്പോൺസീവ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സോഫ്റ്റ്വെയറുകൾ കംപ്ലീറ്റ് നമുക്ക് ഇവിടെ നമ്മൾ സ്റ്റാൻഡിൽ വെച്ച പോലെ ഇത് നമുക്ക് ഒരു ടാബ് വെച്ചിട്ട് ടാബിൽ ഇതുപോലെ തന്നെ ബ്ലൂടൂത്ത് സ്കാനേഴ്സ് നമുക്ക് ലിങ്ക് ചെയ്തിട്ട് ഇതുപോലെ തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഈ സ്കാനർ തന്നെ ഉപയോഗിച്ചിട്ട് നമുക്ക് അത് സ്കാൻ ചെയ്തെടുക്കാൻ പറ്റും. അതും വേറെ ഒരു ഓപ്ഷനാണ്.